ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ആയിഷാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റീസെൻ്റ്ലി ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു ടൂറിനെ പറ്റി നിങ്ങളോട് പറയാനാണ്. ഡെസ്റ്റിനേഷൻ വന്നിട്ട് ഹൈദരാബാദാണ്. ഒരു 3 ഡേയ്സും 2 നൈറ്റ്സും വരുന്നൊരു പാക്കേജായിരുന്നു. 2 രാത്രി 3 പകലുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ജനുവരി 11-നാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചിയിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ജനുവരി 13 നമ്മൾ തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൈ ഡേയ്സ് എന്ന് പറഞ്ഞൊരു ട്രാവൽ ഏജൻസിയാണ് നമുക്കിത് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 35 പേരോളം ഉള്ള ഒരു ഗ്രൂപ്പ് പാക്കേജാണ്. അതിൽ ഞാൻ സോളോ ആയിട്ട് തന്നെയാണ്. സോളോ മീൻസ് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ സൈഡിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. ഏജ്ഡ് ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ടായിരുന്നു, യങ് കപ്പിൾസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പാക്കേജാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മളിവിടുന്ന് ബൈ ഫ്ലൈറ്റാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐറ്റിനറിയിൽ ചെറിയൊരു മാറ്റം നമുക്ക് ഫ്ലൈറ്റിലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് എന്തോ അവൈലബിലിറ്റി ഇഷ്യൂസ് കൊണ്ട് ഇൻഡിഗോ മാറി എയർ ഇന്ത്യ എക്സ്പ്രസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഐറ്റിനറിക്ക് ചെറിയൊരു ടൈറ്റ്നെസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രാവൽ കുറച്ചൊന്ന് ഫസ്റ്റ് ഡേ ആൻഡ് ലാസ്റ്റ് ഡേ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതർവൈസ് ബാക്കിയുള്ളതെല്ലാം സൂപ്പർ പാക്കേജ് ആയിരുന്നു കേട്ടോ. കുട്ടികളെ നാട്ടിലാക്കിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന്, അതായത് ഒറ്റപ്പാലത്തു നിന്നാണ് എറണാകുളത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ബൈ ട്രെയിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഏർലി മോർണിംഗുള്ള ട്രെയിൻ ഒറ്റപ്പാലം ടു അങ്കമാലി വന്നിറങ്ങി അവിടുന്ന് ക്യാബ് പിടിച്ചിട്ടാണ് ഞാൻ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഏർലി മോർണിംഗ് ആണ്, 4:45 ടൈമാണ്. അപ്പോൾ എൻ്റെ താത്താൻ്റെ മോനുണ്ട്, അവനാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ക്യാബ് പിടിച്ചിട്ട് ഞാൻ പോയി. ഫസ്റ്റ് ഞങ്ങൾ പോയത് അവിടെ ഇറങ്ങിയിട്ട് ആദ്യം പോയത് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കാണ്. അപ്പോൾ അവിടെ കുറേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ആ ഫോർട്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മളവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ട്, ഒരുപാട് കല്ലുകൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിങ്ങനെ നിൽക്കണതെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ആ ഒരു നല്ല രസത്തിലാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് NTR ഗാർഡൻ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ അതിന് ശേഷം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. പല തരത്തിലുള്ള പൂക്കൾ നമുക്കൊന്നും ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ നല്ല ഭംഗിയായിരുന്നു കാണാൻ. അവിടെ നിന്ന് കളർഫുള്ളായിട്ട് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ തെലങ്കാന സെക്രട്ടേറിയറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറാണ് സെക്രട്ടേറിയറ്റ്. അതിന് നൈറ്റ് വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതവിടെ ഒരു മോണുമെൻറ്റ് പോലത്തെയുള്ള ഒരു ലൈറ്റ് ലാമ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് തെലങ്കാന സെക്രട്ടേറിയറ്റ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നൈറ്റ് വ്യൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് ഡേ നമ്മൾ റാമോജിയിലേക്കാണ്. ആ ഒരു ഡേ ഫുള്ള് നമ്മൾ റാമോജിയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഇതായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മുടെ ഐറ്റിനറിയിൽ തന്നെ സെക്കൻഡ് ഡേ ഫുള്ള് റാമോജിയാണ്. എൻട്രൻസ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവരുടെ ഒരു ട്രഡീഷണൽ ബസ്സിൽ കൊണ്ടുപോയിട്ടാണ് വിടുക. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനൊക്കെ അവിടെ കുറേ സെറ്റുകളുണ്ട് നമുക്കറിയാലോ. ഒരുപാട് മൂവീസ് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതൊക്കെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന റെയിൽവേ സ്റ്റേഷൻസ്, അല്ലെങ്കിൽ ജയില്, അല്ലെങ്കിൽ പലതരം യൂറോപ്യൻ കൺട്രീസിൻ്റെ സെറ്റപ്പുകൾ എല്ലാം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫിലിംസ് നമുക്ക് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമല്ലോ അല്ലേ. അതിന് വേണ്ടുന്ന എല്ലാ ടൈപ്പ് സെറ്റുകളും അവരവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പലതരം മഹൽസ്, പള്ളി, സ്കൂള്, അമ്പലം, അതുപോലെയുള്ള ഇപ്പോൾ ലൈക്ക് ഒരു സെറ്റപ്പ്, ഒരു യൂറോപ്യൻ കൺട്രീസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ റോഡ്, അതിൻ്റെ സൈഡ്, അങ്ങനത്തെ ബിൽഡിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ജാപ്പനീസ് ബിൽഡിങ്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ടെമ്പിൾസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് പറയാൻ പറ്റുന്നത് നമുക്ക് കുറേ ഷോസ്, അവരൊരു 4-5 ഷോസ് ഉണ്ട്. അത് നമുക്ക് ആ ഒരു ടൈമിൽ കാണാൻ പറ്റുമായിരുന്നു. അത് ഇതുപോലെ നമ്മൾ ട്രെയിനിലൊക്കെ കൊണ്ടുപോകും. പിന്നെ നമുക്ക് അവിടെ വിസിറ്റ് ഒരുപാട് കാര്യങ്ങൾ അവരതിനെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ കറക്റ്റുള്ളൊരു പാക്കേജ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്കതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത് റാമോജിയിൽ നമ്മുടെ ബാഹുബലിയുടെ സെറ്റായിരുന്നു. അത് ശരിക്കും അവരവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ അവിടെയുള്ള ആന, ആ ഒരു നമ്മൾ കാളയായിട്ടുള്ള മൽപ്പിടുത്തത്തിൻ്റെ അതിൻ്റെ ഇത്, അതുപോലെ തന്നെ പൽവാൽ ദേവൻ്റെ തല, പിന്നെ അതിൻ്റെ ബാഹുബലിയുടെ അതിൻ്റെ ചക്രങ്ങൾ, ആ എന്താ പറയുക, അവരുടെ യൂസ് ചെയ്തിട്ടുള്ള പൽവാൽ ദേവൻ്റെ ഒരു വണ്ടിയൊക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പോഴും അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതവർ റിമൂവ് ചെയ്തിട്ടില്ല. ആളുകൾ നമുക്ക് വിസിറ്റേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ അതെല്ലാം അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടോ. പിന്നെ എടുത്ത് പറയാനുള്ളത് അവരുടെ മൂവി സെറ്റപ്പ്, അതായത് മൂവി എങ്ങനെയാണ് എടുക്കുന്നത്, അതേപോലെ തന്നെ അതെങ്ങനെ എഡിറ്റ് ചെയ്യണത്, അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യണത്, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ടാവും കേട്ടോ. നല്ല രസമാണ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ബാറ് ഒക്കെ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ബാർ കൗണ്ടറൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് അതൊക്കെ കാണാൻ. ഒരു ഫുൾ ഡേ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ഫുള്ള് നമ്മൾ റാമോജി തന്നെയായിരുന്നു. വൈകിട്ട് ഒരു 6-6:30 വരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡേ നമുക്ക് കംപ്ലീറ്റ് കാണാനുള്ള വൃത്തിയാണ് കേട്ടോ. ശരിക്കും നമുക്ക് റാമോജി ഹൈദരാബാദ് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ പോകേണ്ട സ്ഥലമാണ്. കാണാനുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ. നമ്മൾക്ക് അവിടെ വർത്താണ്, കാണുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ തന്നെ വർത്താണ്. പിന്നെ നമ്മൾ നൈറ്റ് അവിടെ ഹോട്ടലിൽ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഏർലി മോർണിംഗ് ലൈക്ക് ഒരു 8:30, ഏർലി മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 8:30 ആ ഒരു ടൈമിൽ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടാണ്
നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയത്. നമ്മൾ പോയിട്ടുള്ളത് ബിർള മന്ദിറാണ്. അതായത് അറിയാമല്ലോ, വൈറ്റ് കളർ മാർബിൾസ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങാണ്, മന്ദിറാണ്, അമ്പലമാണ്. ഡൽഹിയിലുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട് ബിർള മന്ദിർ. ഫുൾ വൈറ്റ് മാർബിൾസ് മാത്രമാണ്. അവിടെ ഫോൺ അലൗഡ് ആയിരുന്നു, അപ്പോൾ നമുക്ക് ഫോട്ടോസ് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. 1-2 ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ നല്ല രസമായിരുന്നു. കാരണം നമ്മളിവിടെ ചെരുപ്പൊക്കെ ഇടാണ്ടാണ് കയറി പോകേണ്ടത്. ഭയങ്കര സൂപ്പറായിട്ട് നമ്മുടെ കാലിലൊക്കെ ഭയങ്കര സൂത്തിങ് ആയിട്ട് ഫീൽ ചെയ്യും നമ്മൾ ആ മാർബിളിൽ നടന്ന് വരുമ്പോൾ. അത് ആ മോർണിംഗ് കൂടെ ആയപ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഇതായിരുന്നു നമുക്ക് തന്നുകൊണ്ടിരുന്നത് കേട്ടോ. ലാസ്റ്റ് ടൈം നമുക്ക് ടൈം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ബിർള മന്ദിർ പെട്ടെന്ന് കണ്ടിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോയത് ചാർമിനാറിലേക്കാണ്. അറിയാമല്ലോ, നമ്മുടെ ഹൈദരാബാദിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐക്കൺ എന്ന് തന്നെ പറയാം. ഹൈദരാബാദ് വന്നിട്ടുണ്ടെങ്കിൽ ചാർമിനാർ, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ് കൂടുതൽ ആളുകൾക്കുള്ളത്. നമ്മൾ ആദ്യം ചാർമിനാർ പോയി അവിടുത്തെ ആ മിനാരം കണ്ടു. കുറച്ച് ഷോപ്പിങ്ങിന് ഒരു 1 hour 1.5 hours നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ബാഗും കുറച്ച് പേൾസും ആക്സസറീസൊക്കെ വാങ്ങി നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷൻ പോയത് സലാർജംഗ് മ്യൂസിയം ആണ്. അവിടെ നമുക്ക് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. പല തരത്തിലുള്ള കോയിൻസ്, പല ഉപകരണങ്ങൾ, നമ്മുടെ പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന പല ടൈപ്പ് ഓഫ് വെപ്പൺസ്, കോയിൻസ്, പാത്രങ്ങൾ, എല്ലാം ഒരുപാട് ഫർണിച്ചേഴ്സ്, കാർപ്പറ്റ്സ്, അങ്ങനെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ശരിക്കും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അതായത് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുപാട് സമയം നമുക്കൊരു 1 day കംപ്ലീറ്റ് തന്നെ അവിടെ എടുക്കാൻ പറ്റും. ഒരുപാടുണ്ട് കാണാൻ കേട്ടോ. നമുക്ക് ഒരുപാട് പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്ന ക്ലോത്ത്സ്, ഡ്രസ്സസ്, അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മളെക്കാൾ എത്രയോ വലുപ്പമുള്ള മിറേഴ്സ്, അങ്ങനെ പലതരം കൊത്തുപണികൾ ചെയ്തിട്ടുള്ള ഇത് നമ്മളൊരു വാക്കിംഗ് സ്റ്റിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. കാരണം നമുക്ക് ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ സമയം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. അടിപൊളി ട്രിപ്പായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായതുകൊണ്ട് തന്നെ ആദ്യമാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയ, നല്ല ബന്ധങ്ങൾ കിട്ടിയ, അങ്ങനെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായി. സലാർജംഗ് മ്യൂസിയത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ട്രിപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ലഞ്ചും മാത്രമേ നമുക്ക് എക്സെപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതും ആണ് ഇതിലുള്ളത്. ഈ 19,500 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഐറ്റിനറി കംപ്ലീറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, എൻട്രി ടിക്കറ്റ്സ്, അതേപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് 19,500. നമ്മൾ അവിടെ തന്നെ വേറെ ഗ്രൂപ്പിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഏകദേശം 27-29 ആ ഒരു പാക്കേജിൽ വന്നിരുന്നത്. കമ്പാരിറ്റീവ്ലി നമുക്കാണ് ഏറ്റവും റേറ്റ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാം തന്നെ കവർ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ ടൈമിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം അടിപൊളി ടൂറായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഹൈദരാബാദ് ടൂറിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിപ്പിൻ്റെ അല്ലെങ്കിൽ പാക്കേജ് ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ പറയാം. ആരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിലൊക്കെ ഞാൻ തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.